ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുർളാട് എന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. 6.25 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈൻ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. വലിയ റോഡ് ഫ്രണ്ടേജാണ് വീട് വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷൻ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. 4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിലൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കാണാം. മെയിൻ ഡോർ ഇവിടെയാണ് വരുന്നത്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. പാനലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു മെയിൻ ഡോർ നൽകിയിരിക്കുന്നു. നല്ലൊരു ഹാൻഡിലും ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ ലിവിങ് സ്പേസിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ ടൈലുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലുകളാണ് വരുന്നത്. ഇതിൻ്റെ അഴികളിലെല്ലാം സ്റ്റീലിൻ്റെ റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ TV യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ബ്ലാക്ക് കളറാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലൊരു ലെഡ്ജ് ആണ്. അവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൻ കൊടുക്കാൻ 2 സൈഡിലും ഒരു വാൾ ഫാനായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഡബിൾ ഹൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. താഴെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ക്യൂരിയോ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ആർക്കി ഡ്രൈവിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്ത് വന്നാലാണ് കാണാൻ പറ്റുള്ളൂ. അകത്തേക്ക് വരാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ജനൽ നമുക്ക് കാണാം. സ്റ്റെയർ പോകുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് സ്റ്റെയർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. ആ തേക്കുഡിൻ്റെ ഡിസൈൻ വർക്കിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു BLDC ഫാൻ കൊടുത്തിരിക്കുന്നു. വാഷ് കൗണ്ടർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ വാനിറ്റി കൗണ്ടറാണ്. താഴെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. LED മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേണും ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി കിച്ചനാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചനാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമുക്ക് കാണാം. കിച്ചൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു U ഷേപ്പിലാണ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് ഇവിടെ, ഗ്രാനൈറ്റ് ആണ് ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ കാണാം. ഇവിടെയാണ് വാഷ് ബേസിൻ, സിങ്ക് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും L ഷേപ്പിലാണ് വരുന്നത്. ധാരാളം കബോർഡുകൾ താഴെയും മുകളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതാണ് വർക്ക് ഏരിയ. നല്ല മനോഹരമായിട്ടുള്ളൊരു സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമൊക്കെ ആയിട്ട് കബോർഡുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസ്, ഡെഡിക്കേറ്റഡ് സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമ്മളിനി ബെഡ്റൂമുകളിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം കാണാം. ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. എൻ്റെ 2 വശത്തും ബെഡ്റൂമുകളിലേക്കുള്ള ഡോറാണ്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. തേക്കുഡിൻ്റെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ജനലാണിത്. ഒരു മോഡേൺ ഡിസൈനിൽ വരുന്ന ജനൽ. അതുപോലെ തന്നെ ഓരോ പാളികളുടെ 2 ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു. ഇവിടെ കുറച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. 4 പാളികളുള്ള വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC എല്ലാം ഈ റൂമുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ AC കാണാം. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് നമുക്ക് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ജാഗ്വാറിൻ്റേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളും എല്ലാം ഇവിടെ വരുന്നത്. ഇതാണ് വെറ്റ് ഏരിയ. ഇവിടെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു റെയിൻ ഷവറും നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായ രീതിയിലാണ്
ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇനി പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെ ഇവിടെയും വരുന്നുണ്ട്. ജനലുകളെല്ലാം നേരത്തെ കണ്ടതുപോലെ ഒരേ പാറ്റേണിൽ തന്നെയാണ് ജനലുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാർഡ്രോബും സെയിം പാറ്റേൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 വാർഡ്രോബ്, 4 പാളികളുള്ള വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു. ബാത്റൂമും ഇവിടെയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല, പകരം ഇവിടെ ഒരു പില്ലർ പോലെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നമുക്ക് ക്ലോസറ്റ് കാണാം. കയറി വരുമ്പോൾ വാഷ് ബേസിനും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിനടിയിലായിട്ട് കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയി, ചെറിയ ഒരു ഇൻറ്റേർണൽ ഗാർഡൻ സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. ഹാൻഡ് റെയിൽ വുഡിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു LED ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ഡബിൾ ഹൈറ്റ് ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള ഭാഗമാണ്. അവിടെ നല്ലൊരു ഷാൻലിയറും ഫോൾ സീലിംഗ് വർക്കും എല്ലാമായിട്ട് അതും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നതായി കാണാം. താഴെ കണ്ട TV യൂണിറ്റിൻ്റെ ഒരു വലിയ ഡിസൈനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ ഒരു ജനൽ പാളിയും കൊടുത്തിരിക്കുന്നതായി കാണാം. 2 ബെഡ്റൂമുകൾ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ അവൈലബിൾ ആണ്. താഴത്തെ ബെഡ്റൂമുകളിലുള്ള സെയിം സ്പേസ് തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂമുകളിൽ വരുന്നത്. പക്ഷേ ഈ ബെഡ്റൂമിലൊരു പ്രത്യേകതയുണ്ട്. നമുക്കൊരു ബാൽക്കണി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഈ താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ ബെഡ്റൂമിന് വരുന്ന ഒരു പ്രത്യേകത. നോക്കിയാൽ ബാൽക്കണി നമുക്ക് കാണാം. വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ റൂമിലും AC കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടർ AC കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ഈ ബാത്റൂം ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത ബാത്റൂമാണ്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സ്പേസ് തന്നെ. നല്ല വലിയ വിശാലമായിട്ടുള്ള നല്ല എലഗൻ്റായിട്ടുള്ള ഒരു ബാത്റൂം. ഇനി 4ാമത്തെ ബെഡ്റൂം കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ആ ബെഡ്റൂം ഇവിടെയാണ് വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ബെഡ്റൂമിനെ കൂടുതൽ വിശദീകരിക്കാത്തത്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ, ഇവിടെ വാർഡ്രോബ്. ബാത്റൂം നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ബാത്റൂം. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്കൊന്ന് നോക്കാം. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. അത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ നമുക്കൊരു വർക്കിംഗ് ടേബിൾ, അയൺ ചെയ്യാനൊക്കെ ആയിട്ട് വർക്കിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ കാണാം. ഒരു വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോർ തുറന്നാൽ മുകളിലേക്കുള്ള സ്റ്റെയർ, ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ നമുക്ക് കാണാം. ഇനി ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത്. നല്ല നീളത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി, ഭംഗിയുള്ള ഒരു ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂളിംഗ് ഗ്ലാസ്സാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലാണ്. മുകളിൽ നമുക്ക് ലോവർ ഡിസൈൻ പാറ്റേണും ഇവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 6.25 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടത്. 4 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. 2 ബാൽക്കണിയും അവൈലബിൾ ആണ്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ്. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 800 മീറ്ററാണ്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആലുവയ്ക്ക് പോകാനായിട്ട് ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. സമരിട്ടൻ ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരിക. ചാർട്ടർ സ്കൂളിലേക്ക് വരുന്നത് 2.5 കിലോമീറ്ററും അകലം വരും. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,75,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ.
അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.